ഇന്ന് നമുക്ക് പഴംപൊരിക്കും അരിയുണ്ടക്കും ഓർഡറിലൊരു ദിവസമാണ്, പോരാണ്ട് ഞായറാഴ്ചയും ഒരു കുടികൂടലിനും പോവാനുണ്ട്. പഴംപൊരിയും പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു വലിയൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടി കിട്ടിയിട്ടുണ്ട്. അതിലാണ് കേട്ടാ ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുത്തുള്ളത് ഒരു ചെറിയ ചീനച്ചട്ടിയാണ്. അതില് 1-2 പഴംപൊരി മാത്രമേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതില് 4-5 പഴംപൊരി സുഖമായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പണിയും എളുപ്പമായി. അമ്മ ചുട്ടെടുക്കുന്നതിനനുസരിച്ച് ഞാനും അച്ഛനും വേഗം പഴം തൊലി കളഞ്ഞ് മുറിച്ച് റെഡിയാക്കി കൊടുത്തു. വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ തീ നല്ലോണം കൊള്ളണം. അതുകൊണ്ട് പുറത്ത് വിറകടുപ്പിലാണ് കേട്ടാ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയത്. ആദ്യത്തെ ഒരു സെറ്റ് പഴംപൊരി കൊണ്ടുകൊടുത്ത് വന്നതിന് ശേഷം വേഗം അരിയുണ്ടേന്റെ പരിപാടി നോക്കി. വൈകുന്നേരത്തേക്കാണ് കേട്ടാ അരിയുണ്ടക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അരിയുണ്ടെല്ലാം റെഡിയാക്കുന്ന ആ ചെറിയൊരു ഗ്യാപ്പിൽ ഞാൻ വേഗം കുടികൂടലിന് പോയിട്ട് വന്നു. എന്റെ സ്ഥലത്തേക്കായിട്ടാണ് ഇന്ന് പഴംപൊരിക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടാമത്തെ സെറ്റ് പഴംപൊരിയും കൂടി വേഗം ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അമ്മേനെ സഹായിക്കലും പിന്നെ മെയിൻ ആയിട്ട് പാക്കിങ്ങും ഡെലിവറിയും ആണ് കേട്ടാ എന്റെ പണി. അരിയുണ്ടിയും പഴംപൊരിയും കൂടി പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ വേഗം കൊണ്ടു കൊടുക്കാൻ പോയി. പഴംപൊരി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ.